പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ, നമുക്കറിയാം നിലമ്പൂർ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം PV അൻവർ എന്ന് പറയുന്ന നേതാവായിരുന്നു അവിടെ സ്വതന്ത്രമായി നിന്ന് 2 തവണ വിജയിച്ചത്. ആദ്യത്തെ തവണ നമുക്കറിയാം ആര്യാട മുഹമ്മദിൻ്റെ മകനെ 11,000-ൽ പരം വോട്ടിനാണ് തോൽപ്പിച്ചത്. എന്നാൽ രണ്ടാമത് പ്രകാശൻ എന്ന് പറയുന്ന ജനകീയനായ കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചത് വെറും 2,800 വോട്ടിൻ്റെ അടുത്താണ്. അതായത് ആര്യാട മുഹമ്മദിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു നേതാവ് മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാളും 5-1 ഭാഗം വോട്ടിനാണ് പ്രകാശൻ തോറ്റുപോയത്. അത് ചില ആര്യാട മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് അലിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം തോൽപ്പിച്ചതാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അന്ന് കോൺഗ്രസിൻ്റെ KPCCക്ക് കിട്ടിയിരുന്നു. ആര്യാട മുഹമ്മദിൻ്റെ മകനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണെങ്കിലും അവിടെ ധാരാളം ചില അലിഗേഷൻസ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജോയ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായി പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. കാരണം അവർ നടത്തിയ സർവേയിൽ എതിരാളി ആരായിരിക്കും കൂടെ ഇപ്രാവശ്യം ഇലക്ഷൻ നിർത്തേണ്ടത് ആരായിരിക്കും എന്നുള്ള റിപ്പോർട്ട് എടുത്തു. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇത്തവണ ജോയ് അവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചുരുങ്ങിയ 40,000-50,000 വോട്ടിന് ജയിക്കും. രാഹുൽ ഗാന്ധി 61,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ നമുക്കറിയാം 65,000 വോട്ടിനാണ് അവിടെ ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. അതായത് മൊത്തം 7 മണ്ഡലങ്ങളിൽ നിലമ്പൂരിൽ നിന്ന് മാത്രം 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിലമ്പൂരിൽ നമ്മുടെ PV അൻവർ കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ അവിടെ വോട്ട് വർദ്ധിച്ചു. ആ PV അൻവറിന് വഴി ഒരു 7,000 വോട്ട് കൃത്യമായിട്ട് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് അനുകൂലമായിട്ട് 7,000 വോട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത്. 7-7 14 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും. കാരണം ഇടതുപക്ഷത്തിന് 7,000 കുറയുമ്പോൾ 7,000 കൂടി കുറയും, ആ 7,000 അങ്ങോട്ട് കൂടും. അപ്പോൾ 14,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ശരിക്കും അതുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയുള്ള നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 45,000-നും ചിലപ്പോൾ 50,000 വോട്ടിന് വരെ ജോയ് നിന്നാൽ വിജയിക്കുമെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? ജോയ് ആരാണ്? ജോയ് ആണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവിടുത്തെ പ്രസിഡന്റാണ് ജോയ്. ചെറുപ്പക്കാരനാണ്. മാത്രമല്ല ക്രിസ്ത്യൻ ഭാഗത്തു നിന്ന് വരുന്നതും മുസ്ലിങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിലും ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവാണ് ജോയ്. അതേസമയത്ത് ആര്യാട മുഹമ്മദിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ താല്പര്യമുണ്ടെങ്കിലും കഴിഞ്ഞ തവണ അതായത് 2016 ഇലക്ഷനിൽ ഏകദേശം 12,000-ഓളം വോട്ടിനാണ് അവിടെ ആര്യാട മുഹമ്മദിൻ്റെ മകൻ തോറ്റത്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. ആര്യാട മുഹമ്മദ് ഷൗക്കത്ത് 66,354 വോട്ടായിരുന്നു 2016 കിട്ടിയത്. BDJ സ്ഥാനാർത്ഥി ഗിരീഷിന് അന്ന് 12,284 വോട്ട് കിട്ടിയപ്പോൾ നമ്മുടെ അൻവറിന് കിട്ടിയത് 77,858 വോട്ടാണ്. ഏകദേശം 11,560 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് PV അൻവറിന് കിട്ടിയത്. എന്നാൽ കഴിഞ്ഞ തവണ ഷൗക്കത്തിനെ മാറ്റിയപ്പോൾ 76,000 വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? പ്രകാശന് കഴിഞ്ഞു. അതോടൊപ്പം എന്നാൽ 79,000 വോട്ട് മാത്രം 1,000-ഓളം വോട്ട് മാത്രമാണ് 1,700 വോട്ടിൻ്റെ മാത്രമാണ് PV അൻവറിന് വർദ്ധിപ്പിക്കാൻ പറ്റിയത്. അതായത് 10,000 വോട്ട് പ്രകാശന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പ്രകാശൻ മരണപ്പെട്ടു നമുക്കറിയാം. BJP ആകട്ടെ 12,284 വോട്ടായിരുന്നു ഗിരീഷിന് അതിന് മുമ്പത്തെ കിട്ടിയിരുന്നത്. അശോകന് കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിയെ നിർത്തിയ അഡ്വക്കേറ്റ് അശോകന് കിട്ടിയത് വെറും 8,440 വോട്ടാണ്. കൂടാതെ SDP ആകട്ടെ 4,781 വോട്ട് കിട്ടിയിരുന്നു അതിന് മുമ്പത്തെ തവണ. ഇത്തവണ 3,249 വോട്ടാണ് കിട്ടിയത്. ഇപ്രാവശ്യത്തെ പ്രത്യേകത അതായത് 65,000 വോട്ടിന് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ആ സ്ഥലത്ത് നിലമ്പൂർ സീറ്റിൽ 40,000-നും 50,000 വോട്ടിനൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്? അതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് അവിടെ ഏറ്റവും അധികം ഉള്ളത് പിണറായി സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വോട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് ആ നെഗറ്റീവ് വോട്ട് എന്ന് പറയുന്നത് 10 മുതൽ 15% വരെ വോട്ട് CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട്, പ്രത്യേകിച്ചും CPI-യുടെ പൂർണ്ണമായ വോട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ CPM-ന് കിട്ടിയ വോട്ടിൽ 15%-ഓളം വോട്ട് ആർക്ക് അനുകൂലമായി കിട്ടും? ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടുന്നത്. അതും സ്ഥാനാർത്ഥി ജോയ് ആണെങ്കിൽ. ജോയിൻ്റെ പ്രത്യേകത ക്രിസ്ത്യൻ വിഭാഗമാണ്. ക്രിസ്ത്യാനികൾക്ക് അവിടെ ഏകദേശം 35,000 വോട്ടുണ്ട്. ഏകദേശം 20% വോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ 40%-ഓളം മുസ്ലിങ്ങൾക്കും
40% വോട്ട് ഹിന്ദുക്കൾക്കുണ്ട്. അതായത് 1,02,000 വോട്ടാണ് ഹിന്ദുക്കളുള്ളതെങ്കിൽ 1,04,000 വോട്ടാണ് മുസ്ലിങ്ങളുള്ളത്. ഈ മുസ്ലിം വോട്ടിൽ ഭൂരിപക്ഷവും ആർക്ക് കിട്ടും? മുസ്ലിം ലീഗുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് ജോയ്. ആര്യാടൻ മുഹമ്മദിന്റെ മകന് അങ്ങനെയൊരു ബന്ധം വളരെ അകലെയാണ്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഭയങ്കര മൂർച്ഛിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 2016 തോൽക്കേണ്ടി വന്നത്. ഇപ്പോഴും ആര്യാടൻ മുഹമ്മദിന്റെ മകനും അതേപോലെ മുസ്ലിം തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വേണ്ടത് ജോയ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവർ ആരെയും തലയും മുറുക്കി വർക്ക് ചെയ്യും. അങ്ങനെ അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് എന്താണ് ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റായിട്ട് വോട്ടാണ്. ഇപ്പം ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുമായി ഇരുന്നിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം തന്നെ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയും 1,000 കോടിയുടെ അനധികൃത സമ്പാദ്യമുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഗോകുലം ഗോപാലിനെ പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആവശ്യം. അതിന് പകരമായിട്ട് വെള്ളാപ്പള്ളിയോട് ആവശ്യപ്പെട്ട എന്താ പറയുക, SNDP പൂർണ്ണമായിട്ട് BJPയോടൊപ്പം കൂട്ടി നിർത്തണം. തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS പാർട്ടി മാത്രം ഉള്ളത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി അവിടെ പോയിട്ട് പറഞ്ഞിട്ടുള്ളത് വെള്ളാപ്പള്ളിക്കെതിരെ അതിനെക്കാട്ടും വലിയ ഭീകരമായ സത്യങ്ങളുണ്ട്. ഗോകുലം ഗോപാലിനെതിരെയുള്ളത് അദ്ദേഹം ബിസിനസ് നടത്തുന്ന ആളാണ്. എന്നാൽ വെള്ളാപ്പള്ളിയോ SNDPയുടെ മറവിൽ ഉണ്ടാക്കിയിട്ടുള്ള അനധികൃത സമ്പാദ്യത്തിന്റെ കണക്ക് കേട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കേരളത്തിലും വിദേശത്തുമായി മകനും അദ്ദേഹം കൂടി SNDP കോളേജുകളിൽ നിന്നും SN കോളേജുകളിൽ നിന്നും അതേപോലെ ഹൈസ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലാത്ത വഴിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള കള്ളപ്പണ നിക്ഷേപമാണുള്ളത്. ഇതൊക്കെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി അകത്താകും എന്ന് കൃത്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി BJPയുടെ ഒപ്പം നിൽക്കണം, അതിന് കൃത്യമായി ഞങ്ങൾ പറയുന്ന പ്രകാരം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ഇലക്ഷനെ ഉദ്ദേശിച്ചുകൊണ്ട് മലപ്പുറത്ത് അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വളരെ കൂടുതലായിപ്പോയി. അവിടെ പോയാൽ ഒരു വെള്ളം പോലും കിട്ടുകയില്ല. അതാണ് ഞാൻ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. വെള്ളം പോലും കിട്ടുകയില്ല മലപ്പുറത്തൂടെ സഞ്ചരിച്ചാൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിലമ്പൂരിൽ നേട്ടമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ഇതായിരുന്നു വെള്ളാപ്പള്ളിയെ കൊണ്ട് പൊട്ടിച്ചത്. ഒരു ഹിന്ദു നേതാവായ SNDP നേതാവായ വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്നാൽ അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗുണം ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. അവിടെ ക്രിസ്ത്യൻ വോട്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസിന് തന്നെയാണ് വോട്ട് കിട്ടുക എന്നുള്ളതാണ് സത്യം. ഒരു മാക്സിമം പോയാൽ ഒരു 2-3% വോട്ടിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഷോൺ ജോർജ് അവിടെ പോയി നിൽക്കാൻ പോകരുത്. ഷോൺ ജോർജിന് പാലയിലോ അതേപോലെ പൂഞ്ഞാറിലോ അതേപോലെ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ നിന്നാൽ ഷോൺ ജോർജ് ജയിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായ പാറ്റേണോടുകൂടി ഷോൺ ജോർജിന് വിജയിക്കാനുള്ള സാധ്യത ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ മറയ്ക്കാനുള്ള അതീവ സാമർഥ്യമുള്ള സ്ഥാനാർത്ഥിയാണ് ഷോൺ ജോർജ്. അതേപോലെ കേരളത്തിൽ ജനങ്ങളുടെ ഏറ്റവും മതിപ്പുള്ള നേതാവ് ആരാന്ന് വെച്ചാൽ ഷോൺ ജോർജ് ആണ്. അഴിമതിക്കെതിരെ പോരാട്ട നായകനാണ്. കേരളം കൊണ്ട് എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവായി ഷോൺ ജോർജ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പോയി തലവെക്കിച്ച് പോയി തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് പിന്നെ മാറ്റാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പുതിയ കോൺഗ്രസ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ജോയ് ആയിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനെ അവർ ചാടിച്ച് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ തോൽവിയാണ്. എങ്ങനെ ആരെ നിർത്തിയാലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് കൃത്യമായ ഒരു കണക്കൂട്ടലാണ് CPMനുള്ളത്. അത് കൃത്യമായി ആര്യാടൻ മുഹമ്മദിന്റെ മകനും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ ജോയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കാനാണ് സാധ്യത. കാരണം ഇത്തവണ നിലമ്പൂർ പിടിച്ചെടുക്കുക, പിന്നീട് അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളെല്ലാം കിട്ടും. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിന്റെ മകന് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കും. അദ്ദേഹത്തിന് എല്ലാ തരത്തിലും പാർട്ടി അംഗീകരിക്കുകയും ചെയ്യും. കാരണം ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ സെയ്താലി വെടിവെച്ച് കൊന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെയൊക്കെ മറികടന്ന് വിജയിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, മതേതരവാദിയാണ് നമ്മുടെ ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിന്റെ അതേ പ്രതിച്ഛായ
നമ്മുടെ ഷൗക്കത്തിനുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഷൗക്കത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ മമ്പാട് കോളേജിൽ അദ്ദേഹം SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ശ്രമിച്ച ഒരാളാണ്. SFIക്ക് വേണ്ടി മത്സരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കുറെ ചീത്തപ്പേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇലക്ഷൻ നിന്ന് ബാധിക്കില്ലെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് 2016 PV അൻവറുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ട് വ്യത്യാസം തീർച്ചയായും അത് ഗുണം ചെയ്യില്ല. ഇത്തവണ വേണ്ടത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ഒരാൾ അവിടെ ജയിച്ചു വരിക എന്നുള്ളതാണ് UDFന്റെ തീരുമാനം എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. അതായത് ഇന്റലിജൻസ് പറഞ്ഞാൽ പിണറായി വിജയന് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം ജോയ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്ന നീക്കം BJP നടക്കുന്നുണ്ടെങ്കിലും ഷോൺ ജോർജ് അതിന് തയ്യാറാവില്ല എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഫുട്ബോളറെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതേസമയത്ത് ആര്യാടൻ ഷൗക്കത്തിനെ കിട്ടിയാലും ഒരു സ്ഥാനാർത്ഥിയാക്കും. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാവി അതോടെ തകരും. നമുക്കറിയാം സരിനെ കൊണ്ട് നിർത്തി പാലക്കാട്ട് കെട്ടിച്ച അവസാനം 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ആര് ജയിച്ചത്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. അതിനേക്കാൾ ഭീകരമായി, അതായത് കഴിഞ്ഞ തവണ 2800 വോട്ടിനാണ് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് പ്രകാശൻ തോറ്റതെങ്കിൽ പ്രകാശനെ മരണപ്പെടുകയുണ്ടായി. ആ പ്രകാശൻ 2800 തോറ്റതെങ്കിൽ ഇത്തവണ UDF വിജയിക്കുന്നത് 40,000 വോട്ടിന് മേധയായിരിക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വരികയാണെങ്കിൽ, അതായത് 15 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കാൻ പോകുന്നത്. 15 ഇരട്ടി അല്ലെ 14 ഇരട്ടി, അത് ചരിത്രപരമായ വിജയമായിരിക്കും. ഇത് മനസ്സിലാക്കി പിണറായി വിജയൻ ചില തന്ത്രങ്ങളിൽ പ്രയോഗിക്കുകയാണ്. അവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളിയോടൊപ്പം ചേർന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കേരളം എങ്ങോട്ടാണ് പോകുന്നത്, പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ ഇല്ലേ എന്നൊക്കെ കൃത്യമായി വരാൻ പോകുന്ന വലിയൊരു ഇലക്ഷനാണ് നിലമ്പൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.